സമുദായത്തിന്. ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ടെലിഫോണിൽ പ്രതികരിക്കാൻ. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. സ്ത്രീത്വത്തെ അവഹേളിച്ചെന്ന കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ നടപടി അതിവേഗം തന്നെ നടന്നിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? ഞാൻ അതിവേഗം എന്നൊരിക്കലും പറയില്ല. കാരണം ഇത് ഇദ്ദേഹം ഒരു വേദിയിൽ വെച്ച് പരസ്യമായി ഒരുപാട് വലിയൊരു ജനക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ചാണ് ഏറ്റവും മോശമായ ഒരു പരാമർശം അവരെ കുറിച്ച് നടത്തിയത്. അന്ന് അവർക്ക് പാവം അതിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ഒരിക്കലും സമൂഹ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവാത്തത് കൊണ്ട് അവർ ചിരിച്ചുകൊണ്ട് പോയി. പക്ഷെ പിന്നീട് പലരും പറഞ്ഞപ്പോൾ അവരറിഞ്ഞു, അപ്പോഴും അവരതിനെതിരെ പ്രതികരിച്ചില്ല. ഒടുവിൽ ഇപ്പൊ രണ്ടുപേര് അവർക്കെതിരെ മോശമായ കമന്റ് ഇട്ടപ്പോഴാണ് അവര് ആ രണ്ടുപേർക്കെതിരെ കേസ് കൊടുത്തു. അപ്പൊ ഞാനൊരു 4 ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്തുകൊണ്ട് ഹണി റോസ് ഈ വ്യക്തിക്കെതിരെ, ഈ വ്യക്തിയുടെ പേരുറക്കെ പറയുന്നില്ല, എന്തുകൊണ്ട് ഇയാൾക്കെതിരെ നടപടിക്ക് മുതിരുന്നില്ല? അയാൾ ഒരു പണക്കാരനായത് കൊണ്ടാണോ? അയാൾക്ക് സ്വാധീനമുള്ളത് കൊണ്ടാണോ? ഞാൻ പർപ്പസ്ഫുള്ളി ഹണി റോസിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അത് കാണുമ്പോഴെങ്കിലും അവർക്ക് തോന്നണം ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ന്. എന്തായാലും വൈകിയാണെങ്കിലും ഇങ്ങനെ ഒരു നടപടിയിലേക്ക് അവരെത്തിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. പക്ഷേ ഇത് ഒരു ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇവിടെ ഓരോ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും അവരുടെ വിചാരം ഒരു സ്ത്രീയെ അപമാനിച്ചാൽ അത് പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ അത് വൈറലാക്കിയാൽ അവർക്ക് കാശ് കിട്ടും. അത് അവിടെ ഒരു സ്ത്രീയാണെന്നും ആ സ്ത്രീക്ക് ഒരു കുടുംബമുണ്ടെന്നും അവർക്കൊരു മനസ്സുണ്ടെന്നും ഇവിടെയുള്ള ഒരു സമൂഹ മാധ്യമങ്ങളും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ബോബി ചെമ്മണ്ണൂർ ചെയ്ത അതേ തെറ്റുകൾ മറ്റു പലരും ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ ചെയ്ത തെറ്റ് പ്രോത്സാഹിപ്പിച്ച മാധ്യമങ്ങളുണ്ട് ഇവിടെ. ഇനി ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അത് പുറത്തേക്ക് കാണിക്കുന്ന ആ മാധ്യമത്തിനെതിരെയും കേസെടുക്കണം, ആ ചാനൽ പൂട്ടിക്കണം, ആ മാധ്യമത്തെ ബാൻ ചെയ്യണം, ആ പറഞ്ഞ വ്യക്തിയെയും അത് പ്രോത്സാഹിപ്പിച്ച വ്യക്തിയെയും നിയമത്തിലേക്ക് കൊണ്ടുവരണം. മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഭാഗ്യലക്ഷ്മി, ഇത് ചില യൂട്യൂബർമാരാണ് ഇത്തരം കാര്യങ്ങൾ ഇന്റർവ്യൂവിന് പെൺകുട്ടികളെ തന്നെ വിടുന്നു മനഃപൂർവ്വം. എന്നിട്ട് പെൺകുട്ടികളുടെ മുന്നിൽ ഇയാൾ ആഭാസത്തരം പറയുന്നു. ഇതാണ് സ്ഥിരമായി സംഭവിക്കാറുള്ളത്. അത് അങ്ങനെ പറയാൻ ഒരു സാധ്യതയില്ലാത്ത ആളുകൾ അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നീട് ആ പ്രോത്സാഹനത്തിന് തുടർച്ചയായി അവരും ആ രൂപത്തിൽ പ്രതികരിക്കുന്നു. അങ്ങനെ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ ഇക്കാര്യത്തിൽ ബോബി ചെമ്മണ്ണൂർ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ വേഗത്തിൽ നടപടി എന്ന് പറയുന്നത് പരാതി നൽകിയ ശേഷം വേഗത്തിൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. അതൊരു സമൂഹത്തിൽ സ്വാധീനമുള്ള ഒരു വ്യവസായ പ്രമുഖനെതിരെ ആകുമ്പോൾ അതിലൊരു വേഗമുണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഇത്രമാത്രം സമൂഹ മാധ്യമങ്ങളിൽ കൂടി തന്നെ, അല്ലെങ്കിൽ പൊതുസമൂഹം ഇതിനെതിരെ പ്രതികരിക്കുന്നു, മാധ്യമങ്ങൾ ഉൾപ്പെടെ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിനെതിരെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലായി. വളരെ ഗൗരവമായി ഈ വിഷയം സമൂഹത്തിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ പോലീസിന് നടപടി എടുത്തേ പറ്റൂ. ഇനി ഇതൊരു സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാതെ കോടതിയിൽ കൊണ്ടുപോകുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞത്. കോടതിയിൽ ഇദ്ദേഹത്തിന് ശിക്ഷ കിട്ടണം. ഇദ്ദേഹം ഈ പൊതുസമൂഹത്തിലെ സ്ത്രീകളോട് എല്ലാവരോടും മാപ്പ് പറയണം. ഇനി എന്റെ വായിൽ നിന്ന് ഇത്തരത്തിൽ ഒരു സ്ത്രീയെയും അപമാനിക്കുന്ന രീതിയിൽ ഒരു വാക്ക് ഞാൻ ഉച്ചരിക്കില്ല. അല്ല, പറഞ്ഞത് ഭാഗ്യലക്ഷ്മി, അത് പറഞ്ഞിരിക്കും. ഞാൻ തമാശ പറയാറുണ്ട്. അതായത് ഈ പ്രയോഗങ്ങളെയും ഈ ആഭാസത്തെയും തമാശയായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അതെ, അദ്ദേഹത്തിന്റെ വീട്ടിലെ സ്ത്രീകളെ ഇതുപോലെ ഏതെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ കൂടി ആളുകൾ ഇതുപോലെ പറഞ്ഞാൽ അദ്ദേഹം ഇതേപോലെ തമാശയായി കാണുമോ? അത് തമാശയാണോ? ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് ഒരു പുരുഷനെ തമാശയാണോ? എന്തൊക്കെയാണ് പറയുന്നത്? ഒരു 4 ദിവസം വളരെ മോശമായി മറ്റൊരു പ്രയോഗം കൂടെ അയാൾ നടത്തി. ഞാൻ അവരെ നടി എന്നല്ലേ പറഞ്ഞുള്ളൂ, എന്നിട്ട് വേറൊരു വാക്ക് പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തൊരു
നികൃഷ്ടമായ ഒരു ചിന്താഗതിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ നികൃഷ്ടമായ ചിന്താഗതിക്ക് വലിയ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത ഭാഗ്യലക്ഷ്മി. അതൊരു മാതൃകയാക്കി ആദ്യ തവണ ചെയ്തു, പിന്നെ അതിന് വലിയ രീതിയിൽ പ്രോത്സാഹനം ലഭിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കാണുമ്പോൾ അതൊരു തുടർച്ചയാകുകയാണ്. അപ്പോൾ ഈ ഉദ്ഘാടന പരിപാടി തന്നെ ഒരു 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 രീതിയിലേക്ക് മാറുന്നു. അത് ശ്രദ്ധിച്ചല്ലോ. എന്നെ കുറിച്ച് 2 യൂട്യൂബർമാർ എന്തെല്ലാം വൃത്തികേടുകൾ പറഞ്ഞപ്പോഴും അതിനെ അങ്ങ് വാനോട് പുകഴ്ത്തി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആളുകളുണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് ഇതൊരു വിനോദമാണ്. അവർക്കൊരു വിനോദം. നമ്മുടെ വേദന എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഈ കമന്റ് ഇടുന്നവർക്ക് ഒരു വിനോദമാണ്. ആ വിനോദത്തിനെയാണ് ഇപ്പോ ഈ നിയമത്തിൽ കൂടെ അടിച്ചമർത്തേണ്ട ഒരു ഭാഗ്യലക്ഷ്മി, ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഒരു യൂട്യൂബർ ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ ഭാഗ്യലക്ഷ്മിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയിരുന്ന ആളെ സ്വയം കൈകാര്യം ചെയ്യേണ്ടി വന്ന അവസ്ഥ. ഭാഗ്യലക്ഷ്മിയും ഭാഗ്യലക്ഷ്മിയുടെ സഹപ്രവർത്തകരും ചേർന്ന ഒരു ലോഡ്ജിൽ പോയി അയാളെ കയ്യേറ്റം ചെയ്ത് തന്നെ ഒരു പാഠം പഠിപ്പിക്കേണ്ടി വന്ന അവസ്ഥ. അന്ന് ഈ നിയമ സംവിധാനങ്ങൾ ഭാഗ്യലക്ഷ്മിക്കൊപ്പം ആദ്യം വന്നില്ല അല്ലേ? സ്മൃതി, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാന് ഈ 2 പേർക്കെതിരെ കേസ് കൊടുത്തിട്ട് 8 വർഷം കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയത്. ആ 8 വർഷത്തിൽ ഇവർ 2 പേരും ഇവർക്കെതിരെ കേസെടുത്തു, 2 പേരെയും പുറത്തേക്ക് വിട്ടു. 3 പേർക്കെതിരെയാണ് ഞാൻ മൊത്തത്തിൽ കേസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും അത് കോടതിയുടെ മുമ്പിൽ വന്നിട്ടില്ല. ആ കേസ് ഇപ്പോഴും അതിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. അത് മാത്രമല്ല, അയാളുടെ പരാതിയിൽ ഭാഗ്യലക്ഷ്മിക്കെതിരെയും കേസ് അങ്ങനെയുണ്ടല്ലോ. എനിക്കെതിരെയും കേസ്, എന്നെ സമൂഹം തെറിവിളിക്കും ചെയ്യും. എനിക്കെതിരെ കേസും അതിന് ഞാൻ മറുപടി പറയണം. ഇതാണ് ഇവിടുത്തെ ഗതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമൂഹം, ഇയാൾ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സമൂഹം കുറച്ചുനാൾ കഴിയുമ്പോൾ മറക്കും. ഈ സമൂഹ മാധ്യമങ്ങൾ കുറച്ചുനാൾ കഴിയുമ്പോൾ വീണ്ടും ഇത് പഴയതുപോലെ തുടങ്ങും. അതിലേക്ക് പോകരുത്. അതിലേക്ക് പോകാത്ത രീതിയിൽ ഇവിടെ ഒരു നിയമ സംവിധാനം, വളരെ സ്ട്രോങ് ആയിട്ട് ഒരു നിയമ അമെന്റ്മെന്റ് തന്നെ ഇവിടെ നടത്തണം. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. കോടതി ഇക്കാര്യത്തെ എത്രത്തോളം ഗൗരവത്തിൽ കാണുന്നു എന്നും പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു പരാമർശം ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, പൈസ ഉള്ള ആളല്ലേ, പണം ഉണ്ടല്ലോ, അതൊക്കെ അതിന് തക്ക അഡ്വക്കേറ്റുമാരെയൊക്കെ കൊണ്ടുവന്ന് ഇറക്കി അതൊക്കെ ചെയ്തുകൊള്ളും. പൈസ ഉള്ളവർക്ക് അതൊക്കെ സാധിക്കുമല്ലോ. പക്ഷെ ഒരു കേസല്ല എന്നല്ല, ഒരു നടപടിയല്ല, പല വീഡിയോകളായി എടുത്തു നോക്കിയാൽ തന്നെ എല്ലാ പ്രതികരണങ്ങളിലും അശ്ലീലം കാണും. സന്തോഷം. എനിക്കിപ്പോ ഹണി റോസ് ഇങ്ങനെ ഒരു നടപടി എടുക്കാനുള്ള ധൈര്യം കാണിച്ചതിൽ വളരെയധികം സന്തോഷം. ഇത് നാളെ പല ആർട്ടിസ്റ്റുകൾക്കും ഒരു മാതൃകയാകാൻ സാധ്യതയുണ്ട്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷം. തീർച്ചയായും ഭാഗ്യലക്ഷ്മി, രാത്രി 8 മണിക്കുള്ള ചർച്ചയ്ക്കും ഭാഗ്യലക്ഷ്മി പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇത് ശക്തമായി പ്രതികരിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ പ്രതികരണങ്ങൾ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായവരിൽ നിന്നും വൈകാരികമായി തന്നെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള